BPL കാർഡുകാർക്ക് നമ്മൾ കൊടുക്കുകയാണ്. ഷുഗർ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷീനാണ്. ഒരു 100 എണ്ണം ഉണ്ട്. ഇപ്പോൾ 525 രൂപയ്ക്ക് കൊടുക്കും. അവരെ BPL കാർഡുകാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഓഫറാണിത്. 525 രൂപ കൊടുക്കും. വീൽ ചെയർ 16,000 രൂപയുടെ വീൽ ചെയർ അത് ഈ മാസം നമ്മൾ കൊടുക്കുന്നത് 4,500 രൂപയ്ക്ക് കൊടുക്കും. അതായത് കൃത്യമായിട്ട് MRP അടിച്ചിരിക്കുന്ന പ്രോപ്പർ സാധനം, അതേ സാധനമാണ് കൊടുക്കുന്നത്. ഒറിജിനൽ 100% അതേ സാധനം കൊടുക്കാൻ പറ്റുന്നു. ഇതെല്ലാം പറ്റിയില്ലേ, ഈ മൊത്തം ബിസിനസ് പറ്റിയില്ലേ. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് കിട്ടുന്നതിനകത്ത് ഇല്ല. ഞാൻ ലാഭം എടുക്കും. ഞാൻ 500 എടുക്കും. അത് ചുമ്മാ പറ്റിക്കാൻ വേണ്ടിയല്ലേ. ഇതിൽ എത്രയാണ് എഴുതിയേക്കുന്നത്? ഈ എഴുതിയേക്കുന്നത് എത്രയാണ്? ഇതിൽ എഴുതിയേക്കുന്നത് 755 രൂപ എന്നാണ് എഴുതിയേക്കുന്നത്. ഇതൊരു പറ്റിയ കേസാ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ഇതുകൂടെ ചേർത്ത് കൊടുക്കുന്നത്. BPL കാർഡുകാർക്കാണ് നമ്മളിത് കൊടുക്കുന്നത്. അല്ലാത്ത ആൾക്കാർക്ക് നമ്മളൊരു 300 രൂപ കൂടെ അതേ പറ്റി വാങ്ങി. അപ്പോൾ നമുക്ക് ലാഭം, തുച്ഛമായ ലാഭമുണ്ട്. 50 രൂപ കിട്ടണ്ടേ? നമ്മുടെ സ്വന്തം കടയൊക്കെ 50 രൂപ കിട്ടണ്ടേ നമുക്ക്? അപ്പോൾ വാടക ഒഴിവാക്കിക്കൊണ്ട് അതെ ഡിപ്പോസിറ്റ് കൊടുക്കണം. അതിന്റെ പരിശീലനം കുറച്ചിട്ട് അടുത്തൊരു കാര്യം കൂടെ പറയാം. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യം. ഇനി അടുത്തൊരു കാര്യം കൂടെ പറയാം. ഫീറ്റസ് ഡോപ്ലർ 18,000 രൂപയാണ് വില നമ്മൾ കൊടുക്കുന്നത്. എന്തുവാണ് ഇത്? ഈ വയറ്റിൽ കിടക്കുന്ന കുട്ടികളുടെ ഹാർട്ട് ബീറ്റ് ഫീറ്റസ് ഡോപ്ലറിന് നമ്മൾ കൊടുക്കുന്നത് 4,200 രൂപയ്ക്ക് കൊടുക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ ജനത്തെ നന്നാക്കാൻ തന്നെ തുനിഞ്ഞിറങ്ങിക്കോണം. എണ്ണ ആൾക്കാരോട് വിചാരിക്കണമല്ലോ. അപ്പൊ അവര് അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. ഏതായാലും നല്ലൊരു സംരംഭമാണ്. നിങ്ങളുടെ കടയുടെ പേരെന്താണ്? മാർജിൻ ഫ്രീ മെഡിക്കൽസ്. ഫ്രീ മെഡിക്കൽസ്, മാർജിൻ ഫ്രീ. ഇനി ഒരു ഓഫർ ഇവിടെ തരാം. 100 മെഡിസിനുമായിട്ട് ഒരാൾ വന്നാൽ ആ 100 മെഡിസിനും നമ്മൾ ഫ്ലാറ്റായിട്ട് തന്നെ ഒരു ഡിസ്കൗണ്ട് കൊടുക്കും. അതായത് ഇതിന് കുറവ് 7, 8, 9 അതൊന്നും നമുക്കില്ല. ഫ്ലാറ്റായിട്ട് തന്നെ നമ്മൾ കൊടുക്കും. അപ്പം പനമ്പറ്റയും ഈ ദേശത്ത് വരുന്ന രോഗികളെ ഒഴിവാക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് ഇതേ ഒരു കസ്റ്റമർ ആണല്ലോ. ഇതേ വിളിച്ചു വരുത്തിയല്ലോ. ഇതേ ഒരു കസ്റ്റമറാണ്. ചോദിച്ചാട്ടെ താങ്കൾ എവിടുന്ന് വരുവാണ്? പഴയക്കടയിൽ. അവിടെ പത്തനാപുരം പോകുന്നില്ല എളുപ്പം? എനിക്ക് എളുപ്പമില്ല. ഏതായാലും ലാഭമല്ലേ മേടിക്കുന്നത്? അദ്ദേഹം പറയട്ടെ. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ മേടിച്ചോണ്ടിരിക്കുന്നത്. അദ്ദേഹം 3 കൊല്ലമായിട്ട് ഇവിടാണ് വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എന്റെ ഭാര്യക്ക് 5 ഗ്രാം ചെയ്തിട്ട് മാസം ഒരു 4,500 രൂപയുടെ ഗുളിക ഇവിടുന്ന് തന്നെ എടുക്കും. അതിൽ എത്ര രൂപയ്ക്കാണ് അച്ചായന് കിട്ടുന്നത്? ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടാണോ? അത് ഏറ്റവും കുറഞ്ഞ റേറ്റിന്. ഏറ്റവും കുറഞ്ഞെന്നല്ല, കുറഞ്ഞ ഏറ്റവും, അതായത് പർച്ചേസ് വിലയ്ക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹോൾസെയിൽ വിലയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഏതായാലും ഈ സംരംഭം നടത്തുന്നതാണെങ്കിൽ ഈ കോമൻ ചെയ്യുന്ന നാട്ടുകാർക്കും രോഗികളായിട്ടുള്ളവർക്കും ഏറ്റവും പ്രയോജനപ്രദമായ രീതിയിൽ ഇങ്ങനെ മെഡിസിൻ വിൽക്കുന്നത്, അദ്ദേഹത്തിന്റെ ലാഭേച്ഛയോ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ രോഗികൾക്ക് ഒരു സംരംഭം നടത്തുന്ന ഒരു മെഡിക്കൽ സ്റ്റോർ പനമ്പറ്റയിൽ നടത്തുന്നു. ആ മെഡിക്കൽ സ്റ്റോറിൽ വന്ന് മേടിച്ചാൽ നിങ്ങൾക്കുള്ള മേടിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഒരുപാട് വില കുറച്ച് കിട്ടും. താങ്ക് യു, ജെയിംസ് കാരൂർ.